അപ്പോൾ എനിക്ക് മോഹം തോന്നി ഒരു പടം എടുക്കണം. വാസേട്ടനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പടം എടുത്താൽ കൊള്ളാമെന്നുണ്ട്. മമ്മൂക്കയുടെ ആദ്യ പ്രതിഫലം മമ്മൂട്ടിയുടെ ഒരു രാശിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. ഉയർച്ചയ്ക്കുള്ള ഏണിപ്പടിയായിരുന്നു അത്. അദ്ദേഹം നിഷേധിക്കുന്നില്ല. എനിക്കും അത് അഭിമാനമാണ്. ആ പടം റിലീസ് ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ആ പടത്തിന് 5 അവാർഡാണ്. ഇന്നൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ സിനിമയ്ക്ക്. ഞാൻ വാസുവിനോട് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യണം, ഞാൻ സ്വന്തമായി ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങണം. അങ്ങനെയാണ് താഴ്വാരം എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്നത്. മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു 82-ൽ. പക്ഷെ അത് വിജയിച്ചില്ല. വിജയിക്കാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വിജയിക്കേണ്ട ഒരു പടമായിരുന്നു. കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ചെയ്താലോ. അങ്ങനെയാണ് ഋതുഭേദം ചെയ്തു. ഞാൻ പറഞ്ഞ് വെറുതെ അത് വല്ല ജോലിക്കാരെ കല്ലാശ്ശേരിയോ ആരെങ്കിലും ഏതെങ്കിലും വാരസുകാരോ അങ്ങനെയുള്ള ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി താമസിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് താഴ്വാരത്തിൽ വാരസുകാർ അവിടെ സുമലത വരുന്നു. എല്ലാവരും പറയും തീരാനഷ്ടം തീരാനഷ്ടം എന്ന് പറയും. പക്ഷേ എനിക്ക് സത്യത്തിൽ അതൊരു ശക്തിയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. മറുനാടൻ മൂവീസ്, അനുഗ്രഹ സിനി ആർട്സ് എന്നീ നിർമ്മാണ കമ്പനികളിലൂടെ മികച്ച ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് നൽകിയ മികച്ച നിർമ്മാതാവായ VBK മേനോൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയ്ക്ക് ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു നിർമ്മാതാവാണ് സാറ്. ഇങ്ങനെ ഒരു മികച്ച ചിത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കാൻ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? അത് സംഭവിച്ചു പോകുന്നതാണ്. നല്ല സിനിമകൾ എടുക്കണം, നന്നായിരിക്കണം എന്നുള്ള മനസ്സിൽ ആഗ്രഹമുണ്ട്. പല പടങ്ങളും എൻ്റെ ആഗ്രഹത്തിന് ഒത്തു വന്നിട്ടുണ്ട്, പലതും വരാതിരുന്നിട്ടുണ്ട്. നിർമ്മാതാവ് ആകണമെന്നൊരാഗ്രഹം, അതിലേക്ക് നയിച്ചത് എന്താണ്? അതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നിലോട്ട് പോകേണ്ടി വരും. അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ എന്ന് പറയുന്നത് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന, അല്ലെങ്കിൽ MT എന്ന് ലോകമറിയുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമാണ്. അദ്ദേഹമാണ് എൻ്റെ പടത്തിന് ഒരു കാരണക്കാരൻ. അങ്ങനെയാണ് ഞാൻ നിർമ്മാണത്തിലേക്ക് വരുന്നത്. അതായത് ഞാനൊരു 1972 കാലഘട്ടത്തിൽ ഞാൻ ബോംബെയിലാണ്. അപ്പം ബോംബെയിൽ ഞാൻ അവിടെ പഠിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. SSC അവിടെ നിന്നാണ് പാസ്സായത്. BCom പാർട്ട് ടൈം പഠിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ബസായി റോഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബസിൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറം മണിപ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എല്ലാ മലയാളികളും തൊട്ട് താമസിക്കുന്ന അറൗണ്ട് 300 പേര് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞങ്ങൾക്കൊരു സമാജമുണ്ട്, ബസിൻ കേരള സമാജം. ഇന്ന് അവിടെ പ്രശസ്തമായ ഒരു സ്കൂള്, അത് കോളേജിലേക്ക് വളർന്നു. BKS സ്കൂൾ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ ഒരു നമ്പർ 1 സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കടന്നു. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടിരുന്നതാണ്. അപ്പോൾ ഈ സമാജം വഴി ഞങ്ങൾക്ക് ഫണ്ടുണ്ടാക്കാനായിട്ട് ഞങ്ങൾ പലതരം പരിപാടികൾ സംഘടിപ്പിക്കും. അതായത് പിന്നെ നമ്മൾ പഴയ പടങ്ങൾ അവിടെ ബോംബെയിൽ നിന്ന് ഒരു ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവരിക, ഒരു തിയേറ്റർ അടുത്തുള്ളത് ബുക്ക് ചെയ്ത് 300 രൂപയ്ക്ക് കൊണ്ടുവന്ന് മോർണിംഗ് ഷോ ബുക്ക് ചെയ്ത് ടിക്കറ്റുകൾ വീടുകളിൽ വിറ്റ് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കുക സമാജത്തിൻ്റെ ഫണ്ടിന് വേണ്ടി. പിന്നൊന്ന് എന്ന് പറയുന്നത് ഞങ്ങൾ തന്നെ ഞങ്ങളിലുള്ള കുറച്ച് ആളുകളെല്ലാം ചേർത്ത് നാടകങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ നാടകങ്ങളുണ്ടാക്കി ആ നാടകങ്ങൾ നല്ല നാടകങ്ങളായി ഇതാകുകയും മറ്റുള്ള സമാജങ്ങൾക്ക് വേണ്ടി നമ്മളത് നടത്തുകയും ചെയ്യും. അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷൺമുഖാനന്ദ ഹാളിൽ ഞങ്ങളുടെ ഒരു നാടകം നടത്തുകയും ആ സമയത്താണ് വാസുവേട്ടൻ ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. ആ ബന്ധം ഞങ്ങൾ മരണം വരെ കാത്തു സൂക്ഷിച്ചു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ 75-ലെല്ലാം ദുബായിലാണ്. അവിടെയും ഞാൻ ചെറുതായിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ
പഴയ പടങ്ങളെടുത്ത് നടത്തിയിരുന്നു. അപ്പോൾ എനിക്ക് മോഹം തോന്നി ഒരു പടം എടുക്കണം, ഒരു നല്ല പടം എടുക്കണം. അതിനെന്ത് ചെയ്യാമെന്നുള്ളൊരു ആലോചന വന്നപ്പം ഞാൻ വാസുവേട്ടനെ കോണ്ടാക്ട് ചെയ്തു അവിടുന്ന്. അപ്പം വാസുവേട്ടൻ്റെ നിർമ്മാല്യമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞു, വാസുവേട്ടനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പടം എടുത്താൽ കൊള്ളാവുന്നുണ്ട്. അപ്പോൾ വാസുവേട്ടനൊന്ന് ഇവിടെ വരെ വന്നാൽ തിരക്കേടില്ല. അപ്പോൾ ആദ്യം ഒന്ന് മൂളി പതിവ് പോലെ. അത് കഴിഞ്ഞ് പറഞ്ഞു ശരി ഞാൻ വരാം എന്ന്. അങ്ങനെ അദ്ദേഹം ദുബായിക്ക് വന്നു. ഒരാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നുള്ള ദുബായ് ഒന്നുമല്ല, അന്നത്തെ ദുബായ്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പടം ഒരെണ്ണം ചെയ്യാം, നാട്ടിൽ വരുമ്പോൾ ബന്ധപ്പെടൂ. ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത മാസം തീർച്ചയായിട്ടും വരുന്നുണ്ട്, അപ്പോൾ കാണാമെന്നോ. അങ്ങനെ പിറ്റേ മാസം ഒരു മാസം 1.5 മാസത്തിനിടയ്ക്ക് ഞാനവിടെ ചെല്ലുന്ന വിവരം വാസുവേട്ടനെ അറിയിച്ചു. വാസുവേട്ടൻ കോഴിക്കോട് കൽപ്പ ഹോട്ടലിൽ എനിക്ക് വേണ്ടി ഒരു മുറി ഇട്ടു. ഞാൻ ദുബായിൽ നിന്ന് അവിടെ ചെല്ലുകയാണ്. തിരിച്ച് ചെന്ന് കുറേ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ നേരത്ത് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ബുക്ക് എൻ്റെ കയ്യിൽ തന്നു. പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കൂ, പറ്റുവാണെങ്കിൽ നമുക്കിത് ചെയ്യാം. ശരി വാസുവേട്ടാ, വാസുവേട്ടന് പറ്റി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ നമുക്കത് ചെയ്യാം. ഞാൻ വീട്ടിൽ വന്നു, വായിച്ചു നോക്കി. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല, എങ്കിലും അത് ചെയ്യാം. അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കിവിടെ കൂടല്ലൂർ വെച്ച് ചെയ്യാം. കൂടല്ലൂർ എന്ന് പറയുന്നത് വാസുവേട്ടൻ്റെ തറവാടാണ്. കൂടല്ലൂർ, അതായത് തൃത്താല കൂടല്ലൂർ, എടപ്പാളിനപ്പുറം. അപ്പോൾ കൂടല്ലൂർ ആണ് അദ്ദേഹത്തിൻ്റെ തറവാട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വേറൊരു ജ്യേഷ്ഠൻ നാരായണൻ നായർ, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററാണ്. പിന്നെ ഒരു ജ്യേഷ്ഠനുള്ളത് ബാലകൃഷ്ണൻ നായർ, അദ്ദേഹം ഗ്രൂപ്പ് 1 ടീമിലാണ്. അപ്പം അവിടെ വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ബന്ധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടും ചുറ്റുപാടുമാണ് ഉള്ളത് മുഴുവൻ മൊത്തം. അപ്പം അതിൽ അഭിനയിക്കുന്നത് സുകുമാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സുകുമാരനാണ് അതിൽ അഭിനയിക്കുന്നത്. കൂടാതെ ശോഭ, മരിച്ചുപോയ പഴയ ശോഭ, പിന്നെ കുഞ്ഞാണ്ടി, നിലമ്പൂർ ബാലൻ, അത്രയൊക്കെ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരൊക്കെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ താമസിച്ചിരുന്നത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന ഇതിൻ്റെ നോവലിലെ വേലായുധൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പേര് വാസുവേട്ടൻ്റെ തറവാട്ടിലും, ഞാനും ആസാദാണ് അസോസിയേറ്റ്, രാമേന്ദ്ര ബാബു ക്യാമറ. ഞങ്ങൾ ഇന്നത്തെ മാതിരിയൊന്നുമല്ലോ, ബാലകൃഷ്ണൻ നായരുടെ വീടിൻ്റെ ഉമ്മറത്താണ്, മണലിലാണ് ഞാനും ഒക്കെ കടന്നിരുന്നത്. സ്ഥലമില്ല. വാസുവേട്ടനും സുകുമാരനും റൂമിനകത്ത്. അങ്ങനെ ഞങ്ങളവിടെ നല്ല ചൂട്, യൂണിറ്റുകളെല്ലാം താമസിക്കുന്നത് തൃത്താല ഗസ്റ്റ് ഹൗസിൽ. ഇന്നൊന്നും അത് ചിന്തിക്കാൻ പറ്റില്ല ഇന്നത്തെ സിനിമയ്ക്ക്. അവിടെ താമസിച്ച് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തു. പടം ഷൂട്ട് ചെയ്ത് ഒരു പ്രശ്നങ്ങളില്ല, അധികം ബഹളങ്ങളില്ല. എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട വീടുകൾ മാത്രം. അസുരവിത്തിലാണ് തറവാട്. പിന്നെ കുറച്ച് ഭാഗം നമ്മൾ ഇവിടെ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്നുള്ളൊരു ഉടുപ്പി ഹോട്ടലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഫുഡ് കോർപ്പറേഷൻ്റെ കൊച്ചിയിലെ ഓഫീസ്, ആലുവ ദേശം. അങ്ങനെ ഞങ്ങൾ ഈ പടം തീർത്തു. അപ്പോൾ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ഒരു എന്താ പറയാമെന്ന് എനിക്കതിനർത്ഥമില്ല, അത്രയധികം വളർന്നു കഴിച്ചു. ആ പടം റിലീസ് ചെയ്തു. ദൈവാനുഗ്രഹത്താൽ ആ പടത്തിന് 5 അവാർഡാണ്. ബെസ്റ്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് തിരക്കഥ, ഡയറക്ടർ ആൻഡ് സുകുമാരൻ, പിന്നെ സംഗീത സംവിധായകൻ MBB ശ്രീനിവാസൻ, ആൻഡ് ഗായകൻ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിരുന്ന ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ ജയചന്ദ്രന് അതിലാണ് ദേശീയ അവാർഡ് കിട്ടുന്നത്.
രാഗം ശ്രീരാഗം എന്ന പാട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം മനോഹരമായി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ബന്ധം അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു, വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കൽ അദ്ദേഹം മദ്രാസിൽ വേറെ ഏതോ കാര്യത്തിൽ വന്നപ്പോൾ ഞാനവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, വാസേട്ടാ നമുക്കൊരു പടം ദുബായിൽ വെച്ചൊന്ന് ചെയ്താലോ? അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു വീടി, അത് ദുബായിലോ? ഞാൻ പറഞ്ഞാതെ, ദുബായിൽ അന്ന് വരെ UAE ആരും ക്യാമറ വെച്ചിട്ടില്ല, ഒരു പടവും ഷൂട്ട് ചെയ്തിട്ടില്ല. പലരും ട്രൈ ചെയ്തു, ഹിന്ദിയിൽ നിന്ന് ട്രൈ ചെയ്തു, ഈവൺ നമ്മുടെ പ്രിയപ്പെട്ട രാമു കാര്യാട്ടടക്കം ട്രൈ ചെയ്തു, നടന്നിട്ടില്ല. ആ ഒരു കാര്യം കിളുന്നുപോലെ ഞാനെങ്ങനെ ചെയ്യും എന്നുള്ളതിലാണ് വാസുവേട്ടൻ. ഞാൻ പറഞ്ഞു, വാസുവേട്ടാ നമുക്ക് ഞാനതിന് വഴി ഉണ്ടാക്കിക്കോളാം, വാസുവേട്ടനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ നോക്കൂ. അവസാനം പുള്ളി സമ്മതിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ആസാദിനെ കൊണ്ടൊന്ന് ചെയ്യിക്കാം, ഇദ്ദേഹത്തിൻ്റെ അസോസിയേറ്റാണ്. ശരി, അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ JD തോട്ടാൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൻ്റെ ടൈറ്റിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളാണ്. അപ്പോൾ വാസുദേവൻ ആലോചിച്ച്, ഇനിയിപ്പോൾ അതൊന്ന് ടൈറ്റിൽ ഇടാം. ഞാൻ പറഞ്ഞു, വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിടാം. അങ്ങനെയാണ് അതുണ്ടാകുന്നത്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടേടാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഞാനെങ്ങനെയോ പിന്നെ അവിടുത്തെ ഷെയ്ഖിൻ്റെ ഒരു അനിയൻ ഷെയ്ഖിനെ പിടിച്ച് കാശ് കൊടുത്ത് പെർമിഷൻ വാങ്ങി നമ്മളവിടെ ഷൂട്ട് ചെയ്തു. അതാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അതിലും സുകുമാരൻ, ശ്രീവിദ്യ അങ്ങനെയുള്ള ആളുകളായിരുന്നു അതിൽ. അതും ഒരു നല്ല പടമാണ്. അതിനുശേഷം വീണ്ടും ഞാനൊരു പടം ചെയ്തു, സിന്ദൂരസന്ധിക്ക് മൗനം, IV ശശി വെച്ച്. അത് അന്നത്തെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ഒരു പടമായിരുന്നു. മലയാളത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു 82-ൽ. പക്ഷേ അത് വിജയിച്ചില്ല. വിജയിക്കാൻ വേറെ കാരണങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വിജയിക്കേണ്ട ഒരു പടമായിരുന്നു. പിന്നെ ഞാൻ വാസുവേട്ടനെ തന്നെ മുട്ടി, വാസുവേട്ടാ ഒരു പടം ചെയ്യണം. ശരി, നോക്കാം എന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് അദ്ദേഹം IV ശശിയും കൂടെ അമേരിക്കയിലേക്ക് ഒരു ട്രിപ്പ് പോയി. അപ്പോൾ അമേരിക്കയിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു വിജയൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി മലയാള പടങ്ങളെ കൊണ്ടുപോവുക, ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അവരുടെ അടുത്തേക്ക് അദ്ദേഹത്തിനൊരു പടത്തിന് വേണ്ടിയാണ് പോകുന്നത്. അവിടെ ചെന്നപ്പം വാസുവേട്ടൻ ഉദ്ദേശിച്ച മാതിരി വാസുവേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മകൾ സിത്താര അവിടെ ഉണ്ട്, കാണണമെന്നുള്ളതായിരുന്നു. അപ്പം അതിന് സാധിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ആ നിരാശയോടുകൂടി അതിലിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഇത് വരാം, ദുബായ്ക്കൊന്ന് വരാം എന്ന് പറയുന്നു, അറിയിക്കുന്നു. ദുബായ്ക്ക് വരുന്നു. ദുബായ്ക്ക് വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടിൽ ജേർണലിസ്റ്റ് എന്നാണ്. അന്നത്തെ കാലമല്ലേ, അപ്പോൾ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ആകപ്പാടെ അങ്കലാപ്പാണ്. പിന്നെ IV ശശിയെ വേണമെങ്കിൽ വിടാം. അങ്ങനെ സത്യത്തിൽ ഒരു 8-9 മണിക്കൂർ അവർ എയർപോർട്ടിലിരിക്കേണ്ടി വന്നു. അതിനിടയ്ക്ക് ഞാൻ പിന്നെ പലരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ എയർ ഇന്ത്യ വഴിക്ക് അദ്ദേഹത്തെ ഇറക്കി. ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അദ്ദേഹം സുഖമായി ഞാൻ തന്നെ ഉണ്ടാക്കുന്ന, ഞാൻ തെറ്റില്ലാത്ത വിധത്തിൽ ആഹാരം പാചകം ചെയ്തു. ആഹാരം ഉണ്ടാക്കി കഴിച്ച് സുഖമായി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് പോരുമ്പോൾ പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു പടം ചെയ്യാം, ഞാൻ നോക്കട്ടെ. അതാണ് അഭയം തേടി എന്ന് പറയുന്നത്. അതിൽ തിലകൻ, മോഹൻലാൽ, ശോഭന, അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് നല്ല പടമായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞ് ഋതുഭേദം ചെയ്യുന്നു. ആ സമയത്ത് അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ചെയ്താലോ. അപ്പോൾ തോംസൺ എന്നോട് അതിനൊരു സമ്മതം പ്രകടിപ്പിച്ചു, ചെയ്യാം. അങ്ങനെയാണ് ഋതുഭേദം ചെയ്തു. അപ്പം അതിനുശേഷം ഞാനൊരു 4 പടം കൂടെ ചെയ്തു. പിന്നീടാണ് ഞാൻ വാസുവിനോട് പറഞ്ഞു, നമുക്കൊരു പടം ചെയ്യണം, ഞാൻ സ്വന്തമായി ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങുകയാണ്. അങ്ങനെയാണ് താഴ്വാരം
എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഞാനും ഭരതനായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം അന്ന് മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ബീച്ച് ഹോട്ടലിൽ നിങ്ങൾ 2 പേരും ഉണ്ടായിക്കോളൂ, 2 മണിയാകുമ്പം ഞാൻ മാതൃഭൂമിയിൽ നിന്ന് വരാം. അങ്ങനെയാണ് അവിടെ വെച്ച് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള ഈ താഴ്വാരം സിനിമ ഉണ്ടാകുമ്പം MD സാറ് വയനാട്ടിൽ സഞ്ചരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞൊരു മലഞ്ചെരുവിൽ കണ്ട ഒരു വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു അങ്ങനെ എഴുത അത് അദ്ദേഹം പറയുകയും ചെയ്തത്. അതായത് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം കണ്ടു, അതിൽ നിന്നാണ് പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഞങ്ങളവിടെ വെച്ച് ഇതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഞാനതിൽ പങ്കെടുക്കാറില്ല. ഭരതനുണ്ടാവും, ഭരതൻ്റെ അസിസ്റ്റൻറ്റ് ജയരാജ് ഉണ്ടാവും. ഒരു 3 പേരും വൈകിട്ടാവുമ്പം റൂമിൽ വന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഭരതൻ പറഞ്ഞു, അണ്ണാ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ? അല്ല, ഇങ്ങനെ ഒരു കുടുംബം ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി താമസിക്കാനൊരു കാരണം വേണ്ടേ? അപ്പോൾ എനിക്ക് പെട്ടെന്ന് വായിൽ പോയി. ഞാൻ പറഞ്ഞു, ഭരത അത് വല്ല പിന്നെ താമസി ജോലിക്കാരെ കല്ലാശ്ശേരിയോ ആരെങ്കിലും ഏതെങ്കിലും വാരിസുകാരോ അങ്ങനെയുള്ള ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി താമസിക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാനതൊരു വെറും വാക്കായിട്ട് തമാശയും കൂടെ പറഞ്ഞാണെങ്കിൽ പോലും പിറ്റേ ദിവസം വാസോട്ടം പറഞ്ഞു അത് കറക്റ്റാണ്, ശരിയാണ്. അങ്ങനെയാണ് താഴ്വാരത്തിൽ വാരസുകാർ ആയിട്ട് അവിടെ സുമലത വരുന്നു. അതാണ് ചെയ്തത്. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ കൂടെ കാണാൻ പറ്റുന്നിടത്തോളം കാണും, കൂടുതൽ ഫോൺ ചെയ്യും. എല്ലാ മരണത്തിനും ഒരു 1.5 മാസം മുമ്പ് വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. പിന്നീട് ഫോൺ എടുക്കാതായപ്പോൾ ഞാൻ മകൾ അശ്വതിയായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഞാനൊരു നീണ്ട ഒരു 50-52 വർഷത്തെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ജ്യേഷ്ഠാനുജ ബന്ധം പുലർത്തിക്കൊണ്ടുപോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയും തീരാ നഷ്ടം എന്ന് പറയും. പക്ഷേ എനിക്ക് സത്യത്തിൽ അതൊരു എൻ്റെ ഒരു ശക്തിയാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. കാരണം പലപ്പോഴും ഏത് കാരണം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ഇനിയൊരു കാര്യം കൂടെ പറയുകയാണ്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന വീട് എൻ്റെ ഉടമസ്ഥ സത്യത്തിൽ വാസുകേട്ടനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുതൽ മുടക്കിയിട്ടല്ല. വിൽക്കാണിൻ്റെ സ്വപ്നങ്ങളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടുണ്ട് ഇവിടെ താമസിക്കുന്നത്, ഫുഡ് കോർപ്പറേഷനിൽ, മിസ്റ്റർ ജോർജ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ബാലെന്ന് വിളിക്കുക എന്നെ സ്നേഹപൂർവ്വം, കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്, അത് അവന് കൊടുത്തു കഴിഞ്ഞാൽ അത് കോടമ്പക്കത്ത് കൊണ്ടുപോയി ചിലവാക്കും എന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങുന്നത്. ചില്ലറ എന്തോ ഞാൻ അഡീഷണലായിട്ട് ഇട്ടു, ഈ സ്ഥലം വാങ്ങി. ആ സ്ഥലം കുറേ നാൾ കിടന്നു. പിന്നെയാണ് അമ്മയുടെയൊക്കെ നിർബന്ധപ്രകാരം ഞാൻ ഈ വീട് വെക്കുന്നത്. അപ്പം അതിനും അദ്ദേഹമാണ് നിമിത്തം. ഈ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ഉണ്ട്. മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു. അതിൽ മമ്മൂട്ടി ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഞാനല്ല, വാസുകേട്ടനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒരു രാശിപ്പടം എന്ന് വേണമെങ്കിൽ പറയാം. ഉയർച്ചയ്ക്കുള്ള ഒരു ഏണിപ്പടിയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അത് അദ്ദേഹം നിഷേധിക്കുന്നില്ല. എനിക്കും അത് അഭിമാനമാണ്, ഞാൻ മൂലമല്ലെങ്കിലും. മമ്മൂക്കയുടെ ഇപ്പോൾ ഒരു ആദ്യ പ്രതിഫലം എന്തായിരുന്നു? അതാദ്യത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ നെവിയാണ് അതിൻ്റെ ആ സമയത്ത് പ്രൊഡക്ഷൻ നോക്കിയത്. മമ്മൂട്ടി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കന്ന് തന്നത് 75 2 രൂപ നോട്ട്, അതായത് 150 രൂപയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയ പ്രതിഫലം എന്ന് മമ്മൂട്ടി തന്നെ എവിടെയോ പറഞ്ഞിട്ടുണ്ട്.